പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 പബ്ലിക് എക്സാമിനെ നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ലഭിക്കുന്ന സപ്പോർട്ടിംഗ് ക്ലാസ്സുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളൊക്കെ ആവശ്യമായ സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സൊക്കെ കൃത്യമായി എഴുതി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഒരു എക്സാമിന് ഫേസ് ചെയ്യാൻ പോകുമ്പോൾ റിവിഷൻ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ നല്ലൊരു പ്ലാനിങ് കൂടെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു റിവിഷൻ നടത്തുമ്പോഴാണ് പബ്ലിക് എക്സാമിന് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയുക. ഒരു എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ അത് ഏത് എക്സാം ആയാലും ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് വളരെയധികം ഉപകാരം ചെയ്യും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി +1 എക്സാമിൻ്റെ 10 വർഷത്തോളമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PDF ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ചാപ്റ്റർ വൈസ് സോർട്ട് ചെയ്ത് വെച്ചത് ലഭ്യമാണ്. അത് വെച്ചിട്ടും അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണല്ലോ ഉത്തരം ചെയ്യാൻ കഴിയുക കൃത്യമായിട്ട്. അതോടൊപ്പം തന്നെ ഓരോ മേഖലയിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുകയാണ്. എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു രീതിയിൽ പഠനം നടത്തിയാൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ചും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ നമുക്കറിയാം കുറേ ഗ്രാഫുകൾ പഠിക്കുന്നുണ്ട്. ഗ്രാഫുകളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ബോർഡിലൊരു ക്വസ്റ്റ്യൻ കാണാം. എന്താണ് ക്വസ്റ്റ്യൻ? ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് XT ഗ്രാഫാണ്. ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് XT ഗ്രാഫാണ്. ഇവിടെ നമുക്ക് കാണാം X ആണ്, ഇവിടെ T ആണ്, ടൈമാണ്. അപ്പോൾ പൊസിഷനും ടൈമും തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊസിഷനിലെ ചേഞ്ച് തന്നു കഴിഞ്ഞാൽ, പൊസിഷനിലെ ചേഞ്ച് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തന്നാൽ നമുക്ക് വെലോസിറ്റി കാണാം. പക്ഷേ ഈ ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ഒരു സ്ഥലത്തും മാർക്ക് ചെയ്തിട്ടില്ല, ഇവിടെ ടൈം എത്രയാണെന്നും മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ടൈമിൻ്റെയും വാല്യൂ തന്നിട്ടില്ല, എന്നിട്ടാണ് വെലോസിറ്റി കാണാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെലോസിറ്റി കാണാനല്ല, വെലോസിറ്റി ഏതിനാണ് കൂടുതൽ എന്നാണ്. വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഗ്രാഫുകളിൽ നമുക്ക് വാല്യൂ അല്ലെങ്കിൽ ഡാറ്റ തന്നിട്ടില്ലെങ്കിലും, പൊസിഷനും ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സലറേഷൻ്റെ ഒക്കെ വാല്യൂ തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു ഗ്രാഫിൻ്റെയും സ്ലോപ്പ് തന്നാൽ അല്ലെങ്കിൽ സ്ലോപ്പ് വഴി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് y2 - y1 x2 - x1. അപ്പോൾ ഈ y2 - y1 ഉദ്ദേശിക്കുന്നത് y എന്നും y1 y2 എന്ന ലെറ്റർ അല്ല, പകരം y ആക്സിസിൽ എടുത്ത ക്വാണ്ടിറ്റിയിലെ ചേഞ്ചാണ് y2 - y1. പിന്നെ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയിലെ ചേഞ്ചാണ് x2 - x1. അപ്പോൾ ഇവിടെ നമ്മൾ y ആക്സിൽ എടുത്തത് x ആണ്, അഥവാ പൊസിഷനാണ്. അപ്പോൾ ഇതിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പൊസിഷനിലെ ചേഞ്ച് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിലെ y ആക്സിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സ് ആക്സിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിലെ ചേഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചത് ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണാമെന്ന് പറഞ്ഞാൽ y ആക്സിസിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ചേഞ്ച്. അപ്പോൾ ഇവിടെ നോക്കൂ, സ്ലോപ്പ്, ഈ ഒരു കേസിൽ സ്ലോപ്പ് എന്താണ്? Δx എന്നല്ലേ വരിക, ചേഞ്ചിൻ നമ്മൾ y ആക്സിസിൽ എടുത്ത ക്വാണ്ടിറ്റി. അപ്പോൾ സ്ലോപ്പ് കിട്ടുന്നത് Δx ബൈ Δt. Δx എന്ന് പറഞ്ഞാൽ ഇത് പൊസിഷനാണ്. അപ്പോൾ Δx എന്ന് പറഞ്ഞാൽ പൊസിഷനിലെ ചേഞ്ച്. എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എന്താണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം y ആക്സിസിൽ നാം എടുത്ത ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച്. അതാണ് നിങ്ങൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ y2 - y1 x2 - x1 പഠിച്ചത്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് Δx ആണ്, ഇവിടെ ടൈം എന്താണ്? Δt. അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി കിട്ടും. ഇനി ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ഇങ്ങനെയുള്ളൊരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് ടാൻ തീറ്റയാണ്. കാരണം എന്നറിയോ, ഇതിൽ y ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ y ആക്സിസ് സങ്കല്പിക്കാം.
അപ്പോൾ y/x. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് ടാൻ തീറ്റ ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്ലോപ്പ് കാണാനുള്ള വഴി എന്താണ്? ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി, സ്ലോപ്പ് വെലോസിറ്റി ആണ്. ഇനി സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ കണ്ടാൽ മതി. ഓക്കെ, ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യനിൽ ഏതിനാണ് തീറ്റ കൂടുതൽ, അല്ലെങ്കിൽ ഏതിനാണ് സ്ലോപ്പ് കൂടുതലുള്ളത്? എ എന്ന ഒബ്ജക്റ്റിനാണ് സ്ലോപ്പ് കൂടുതലുള്ളത്. എ എന്ന് പേര് കൊടുത്ത ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതിനാണ് വെലോസിറ്റി കൂടുതൽ? എക്കാണ് വെലോസിറ്റി കൂടുതൽ. അല്ലെങ്കിൽ ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം. എന്താണെന്നറിയോ? നമ്മൾ ഈ ഒരു സമയം നിശ്ചയിക്കുക. ഇപ്പോൾ ഇത് 0 ടൈമാണ്, ഇതൊരു 1 സെക്കൻഡ്, ഇത് 2 സെക്കൻഡ്. 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഏത് ഒബ്ജക്റ്റാണ് കൂടുതൽ ദൂരം പോയത്? എ ആണല്ലോ. 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് എ ഈ ഒരു സ്ഥലത്ത് ബി ഈ സ്ഥലത്ത് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ എ ഇവിടെ എത്തിയിട്ടുണ്ട്, അതാ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാ ഓക്കെ. അപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്, ചെറിയ സമയത്തിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് എ ആണ്. അതുകൊണ്ട് എ ആണ് ഫാസ്റ്റ്. അപ്പോൾ അത് നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടറിയാം സ്ലോപ്പ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത് എക്കാണ്. അല്ലെങ്കിൽ ടാൻ തീറ്റ കൂടുതലുള്ളത്, തീറ്റ കൂടുമ്പം ടാൻ തീറ്റയുടെ വാല്യൂ കൂടുമല്ലോ, തീറ്റയുടെ വാല്യൂ കൂടുമ്പം ടാൻ തീറ്റയുടെ വാല്യൂ കൂടും. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? എക്കാണ് സ്പീഡ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി? അപ്പോൾ നമ്മളെ ആൻസർ എ ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി. എ ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി. ഇപ്പോൾ പല വിദ്യാർത്ഥികളും സാധാരണ ഗ്രാഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ ബുദ്ധിമുട്ട് പറയാറുണ്ട്. ഗ്രാഫുകളുടെ ബേസിക്സ് മുതൽ മനസ്സിലാക്കിയാൽ ഗ്രാഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഒരു XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ അതെന്താണ്? XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റിയാണ് കിട്ടുക. ആ വെലോസിറ്റി കാണാൻ നമ്മൾ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി. സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ കണ്ടാൽ മതി. തീറ്റയുടെ വാല്യൂ തരുന്ന കേസിൽ നമുക്ക് ടാൻ തീറ്റ കണ്ടാൽ നമുക്ക് സ്ലോപ്പ് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? സ്ലോപ്പ് കണ്ടുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ സ്ലോപ്പ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏതിനാണ് കൂടുതൽ വെലോസിറ്റി എന്നതിൻ്റെ ഉത്തരം എഴുതി. ഇനി അതിൻ്റെ ബി പാർട്ട് നമുക്ക് ചെയ്യണം. ബി പാർട്ട് എന്താ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് എ ആൻഡ് ബി. വെലോസിറ്റി ഓഫ് എ നമുക്ക് VA എന്ന് പേര് കൊടുക്കാം. വെലോസിറ്റി ഓഫ് ബി എന്നത് VB എന്ന് പേര് കൊടുക്കാം. അപ്പോൾ VA ഡിവൈഡഡ് ബൈ VB, ഈ VAയുടെയും VBയുടെയും റേഷ്യോ കാണാനാണ് പറയുന്നത്. അപ്പോൾ റേഷ്യോ കാണാൻ പറയുമ്പോൾ നമ്മൾ അത് രണ്ടും ഡിവൈഡ് ചെയ്യാം, VA ബൈ VB. അപ്പോൾ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ VA ബൈ VB കാണണം. അപ്പോൾ VA എത്രയാണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് സ്ലോപ്പാണ്. സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ കണ്ടാൽ മതി. ഒരു XT ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കി. XT ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ കണ്ടാൽ മതി. അപ്പോൾ VA ഡിവൈഡഡ് ബൈ VB കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാൻ, ഇപ്പോൾ എയുടെ ആംഗിൾ എത്രയാണ്? 60 ആണ്. അപ്പോൾ ടാൻ 60 ഡിവൈഡഡ് ബൈ ടാൻ 30 ഡിഗ്രി. അപ്പോൾ എന്താണ്? VA ബൈ VB. ഓക്കെ, ടാൻ 60 എത്രയാണ്? √3 ആണ്. ടാൻ 30 √3 ബൈ 3 ആണ്. അപ്പോൾ 3 ക്യാൻസലായി, 3 എന്ന് നമുക്ക് √3 ക്യാൻസലായി 3 ടൈംസ്. അപ്പോൾ VA ബൈ VB ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് A ടു വെലോസിറ്റി ഓഫ് B ഈസ് 3. അഥവാ വെലോസിറ്റി ഓഫ് A ഈസ് 3 ടൈംസ് ഓഫ് വെലോസിറ്റി ഓഫ് B എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച്, അഥവാ ഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ വെലോസിറ്റിയെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാം, ഏതാണ് കൂടുതൽ ഫാസ്റ്റർ എന്ന് മനസ്സിലാക്കാം. സ്ലോപ്പ് കൂടുന്നതിന് വെലോസിറ്റി കൂടുതലായിരിക്കും. അതേപോലെ ഈ പറഞ്ഞ രീതിയിലുള്ള കമ്പാരിസൺസ് നടത്താൻ പറ്റും. ആംഗിൾ തന്നാൽ, ഈ ഗ്രാഫിലെ ആംഗിൾ തന്നാൽ വെലോസിറ്റിയെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത്. അടുത്തായിട്ട് നമുക്ക് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിരിക്കുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിരിക്കുന്നു. എന്നിട്ട് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്താണ്? ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഈസ്, ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്. അപ്പോൾ നമ്മൾ തിയറി ഭാഗത്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ലഭിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ
അത് എങ്ങനെയാണ് വിശദീകരിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഗ്രാഫ് അഥവാ ടൈം, ഇവിടെ വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റിയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ കേസ് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എപ്പോഴും v തന്നെയാണെന്ന് സങ്കല്പിക്കുക. ഇവിടെ 0. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഇവിടെ മുതലുള്ള ഈ ഒരു ടൈം t ആണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ നമുക്കറിയാം ഇത് എന്താണ്, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ് ഈ ഏരിയ കിട്ടുക. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും വെലോസിറ്റിയും ടൈമുമാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം നമുക്കത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ട ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ലഭിക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ പാർട്ട് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഉപയോഗിച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്, പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ലഭിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്താണ് കിട്ടുക? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്താണ് ലഭിക്കുക? നമ്മളതും തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഏത് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ y ആക്സിസിലെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ x ആക്സിസിലെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് എന്നുള്ളതാണ്. ഇവിടെ y ആക്സിസിലുള്ളത് വെലോസിറ്റിയാണ്, x ആക്സിസിലുള്ളത് ടൈമാണ്. അപ്പോൾ വെലോസിറ്റിയിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം. ഏത് ഗ്രാഫ് എടുക്കുകയാണെങ്കിലും ഡെൽറ്റ ഓഫ് y ആക്സിസ് ക്വാണ്ടിറ്റി പ്ലസ് ഡെൽറ്റ ഓഫ് x ആക്സിസ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ ഡെൽറ്റ v ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ അത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ ആണ്. ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ, ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ എ പാർട്ട് അതാണ്, ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഈസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് അറിയോ? ഡിറൈവ് എക്സ് ഇസ് ഈക്വൽ ടു v0t പ്ലസ് ഹാഫ് a t സ്ക്വയർ. ഇത് നമ്മൾ 3 കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. +1 വീണ്ടും അത് ഡിറൈവ് ചെയ്യുന്നത് പഠിച്ചു. ടെക്സ്റ്റ് ബുക്കിൽ ഇതിലെ ഗ്രാഫിക്കൽ മെത്തേഡ്, ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഒരു എക്സ്ട്രാ നമ്മൾ എന്താണ്, ഇതിനെ റെക്റ്റാങ്കിളും ട്രയാങ്കിളും ആയിട്ട് ഈ മൊത്തം ഏരിയയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെയുള്ള മൊത്തം ഈ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയയെ ഒരു റെക്റ്റാങ്കിൾ പ്ലസ് ട്രയാങ്കിൾ എന്ന രീതിയിലേക്ക് നമ്മളിതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു, ഈ രീതിയിലുള്ള ഡിവൈഡർ വെച്ചിട്ട്. ഇനി വളരെ സിമ്പിളാണ്, നമ്മളിപ്പോൾ പഠിച്ച കൺസെപ്റ്റ്, ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ്, അണ്ടർ വി ടി ഗ്രാഫ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എസ് എന്ന ലെറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന ലെറ്റർ കൊടുക്കാം. ഇവിടെ നമ്മൾ എസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ, ഇനി എക്സ് ആണ് ക്വസ്റ്റനിൽ ചോദിച്ചത്, എക്സോ ഡെൽറ്റ എക്സ് ഓർ എക്സ് മൈനസ് എക്സ് 0, തൽക്കാലം നമ്മൾ എസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ നമുക്കറിയാം റെക്റ്റാങ്കിൾ പ്ലസ് ട്രയാങ്കിൾ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ടൈം ടി ആണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്താണ്, v0 ആണ്, ഇതിൻ്റെ ലെങ്ത് ടി ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് v0t പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കൂടെ വരണം. എന്താണ്, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്, ഹാഫ് ബി എച്ച് ആണ്. ഇതിൻ്റെ ബേസ് എന്താ, ടി ആണ്, ഇൻറ്റു ഹൈറ്റ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ഈ ഇനീഷ്യലി തുടക്കത്തിൽ വെലോസിറ്റി v0, ടി എന്ന ടൈം ആകുമ്പോഴത്തേക്ക് അത് v എന്ന വെലോസിറ്റി ആയി മാറുന്നതെന്ന് സങ്കല്പിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അതാണിത്, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. അതെന്താണ്, v മൈനസ് v0. എന്താണ്, v മൈനസ് v0. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിൻ്റെ v മൈനസ് v0. നോക്കൂ, ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ v0t, അപ്പോൾ v0t പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി, ബേസ് എന്താണ്, ടി ആണ്, ഹാഫ് ബി എച്ച് എന്താണ്, v മൈനസ് v0. ഇനി v മൈനസ് v0 എന്നത് AT ആണെന്ന് നമ്മൾ മറ്റൊരു ഇക്വേഷനിൽ പഠിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് ഇസ് ഈക്വൽ ടു V0t പ്ലസ് ഹാഫ് ടി ഇൻറ്റു എന്താണ് V മൈനസ് V0? AT ആണ്, AT. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഫൈനൽ ഇക്വേഷൻ കിട്ടി, V0t പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ 2 പാർട്ടും ആൻസർ 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആദ്യം ആ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ എന്താണ് കിട്ടുക എന്ന് ചോദിച്ചു. പിന്നെ ഏരിയ കാണുന്നതിലൂടെ നമ്മൾ ഈ എസ് ഇസ് ഈക്വൽ ടു V0t പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആദ്യം V is equal to U plus AT എന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എന്താണ് മൂന്നാമത്തെ ഇക്വേഷൻ V സ്ക്വയർ മൈനസ് U സ്ക്വയർ ഈക്വൽ ടു 2AS എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഇക്വേഷൻ. പിന്നെ ഇതിൻ്റെയൊക്കെ പേരുകളും പഠിച്ചു വെക്കണം. ചിലപ്പോൾ പേര് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡിറൈവ് പൊസിഷൻ ടൈം റിലേഷൻ. ഇത് പൊസിഷൻ ടൈം റിലേഷനാണ്. കാരണം എക്സ് പൊസിഷൻ ടൈം, ഇതിവിടെ എക്സ് എന്നതിന് പകരം നമ്മൾ എസ് ഉപയോഗിച്ചു, ഇനി ഡെൽറ്റ എക്സ് എന്നൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ പൊസിഷൻ ടൈം റിലേഷനാണ് ഇത്. ആദ്യത്തെ V is equal to U plus AT എന്ന റിലേഷൻ, ഇത് വെലോസിറ്റി ടൈം റിലേഷനാണ്. അതേപോലെ V സ്ക്വയർ മൈനസ് U സ്ക്വയർ ഈക്വൽ ടു 2AS എന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനാണ്. അപ്പോൾ ഇക്വേഷൻസിൻ്റെ പേര് പഠിക്കണം. ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് ഗ്രാഫ് തന്നിട്ടോ തരാതെയോ നമ്മളോട് വരക്കാനും പറയും ചിലപ്പോൾ. അങ്ങനെ വരച്ചിട്ട് ഗ്രാഫിൽ നിന്ന് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതേപോലെ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ എന്ത്, ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും പലപ്പോഴായിട്ട് കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് കണ്ടാൽ എന്താണ് കിട്ടുക എന്ന് ചോദിച്ചാൽ y ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച്, y ആക്സിസിലെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ഈ ഗ്രാഫിലൊക്കെ സ്ലോപ്പ് കണ്ടാൽ ആക്സലറേഷൻ ആണെന്ന് മനസ്സിലാക്കിയതും, തൊട്ട് മുമ്പത്തെ ഗ്രാഫിലൊക്കെ എന്താണ് y ആക്സിസിലെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച്. ഓക്കെ, ഇനി ഏരിയ കണ്ടാലുള്ളതും അതേപോലെ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നതൊക്കെയായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പലതവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2012 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ കാണുന്നത്. 2012 ചോദിച്ച ക്വസ്റ്റ്യൻ പലപ്പോഴും ഈ ഒരു ഗ്രാഫ് തന്നിട്ട് അതേ മോഷൻ്റെ മറ്റൊരു ഗ്രാഫ്, അഥവാ ഇതിപ്പോൾ തന്നിരിക്കുന്നത് AT ഗ്രാഫാണ്, ആക്സലറേഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഒരു മോഷൻ്റെ ആക്സലറേഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇതേ മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് ക്വസ്റ്റ്യൻ. ദി ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഇസ് ഗിവൺ ബിലോ. ഡ്രോ ഇറ്റ്സ് VT ഗ്രാഫ്. തന്ന മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ടൈം ഇൻ്റർവൽ 0 to 3 seconds. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഡ്രോ ഇറ്റ്സ് VT ഗ്രാഫ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ലഭിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരു ടൈം ഇൻ്റർവൽ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ആ വർഷം ഇങ്ങനെ ടൈം തന്നിരിക്കുന്നത് 0, 1, 2, 3, പിന്നെ 4, 5, 6 seconds. ഇതിൽ 1, 2 അതേപോലെ 4, 5 ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ടൈം നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ടതില്ല. കാരണം ആ സമയത്തൊന്നും ചേഞ്ച് നടക്കുന്നില്ല, നേരെ ഗ്രാഫ് കാണാം. അപ്പോൾ ഞാൻ ഈ ഗ്രാഫിൽ ആദ്യം എന്താ ചെയ്യുന്നറിയോ? ടൈം ആക്സിസ് ആദ്യം നമ്മൾ വരക്കുന്നു. മാത്രമല്ല ടൈം ആക്സിസ് സെയിം ആക്സിസ് തന്നെ ആയിരിക്കും. കാരണം ഇതേ മോഷനാണല്ലോ നമ്മളിവിടെ പറയേണ്ടത്. അപ്പോൾ അതേ ടൈമിൽ തന്നെയല്ലേ മോഷൻ സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ സംഭവിച്ചത് അതേ മോഷൻ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ടൈം ഇൻ്റർവൽ. അപ്പോൾ 0, പിന്നെ ഇവിടെ അതേ സ്ഥലത്ത് നമ്മൾ 3 എന്ന് മാർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ 6. മറ്റ് രണ്ട് എന്താണ് 1, 2, 4, 5 ഒന്നും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം അവിടെ ഒന്നും ചേഞ്ച് സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ 0 to 3 seconds ഈ മോഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കുക ആദ്യം. 0 to 3 seconds ഇതെന്ത് മോഷനാണ്? നോക്കൂ നിങ്ങൾ, ഇവിടെ ആക്സിലറേഷനാണ് ഈ ആക്സിസിൽ ഉള്ളത്. ഈ വസ്തുവിന്, ഈ മോഷൻ്റെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, എപ്പോഴും 4 ആണെന്ന് ഇവിടെ കണ്ടറിയാം. എപ്പോഴും 4 ആണ്. അപ്പോൾ ആക്സിലറേഷൻ 4 ആണെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? വെലോസിറ്റി ഇവിടെ ഇനി എന്താണ്, ഇവിടെ വെലോസിറ്റിയും കൂടി മാർക്ക് ചെയ്യണം. കാരണം ഇത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്, പക്ഷെ നമ്മൾ വരക്കാൻ ചോദിച്ചത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ നമ്മൾ V എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്. ഇനി
നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം 0 to 3 seconds ആണ് ആദ്യത്തെ ടൈം ഇൻ്റർവൽ. പിന്നെ രണ്ടാമത്തെ മാറ്റം സംഭവിക്കുന്നത് 3 to 6 seconds ആണ്. അപ്പോൾ 0 to 3 seconds ഈ മോഷൻ എങ്ങനെയാണ്, അതേപോലെ 3 to 6 seconds മോഷൻ എങ്ങനെയാണെന്ന് ആദ്യം നമ്മൾ ഇതിൽ നോക്കിയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അഥവാ യൂണിഫോം ആക്സിലറേഷൻ ആണ്. പിന്നെയോ ഇതും യൂണിഫോം ആക്സിലറേഷൻ തന്നെയാണ്, കാരണം ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ് ഈ 3 seconds മുതൽ 6 seconds വരെ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്താണ്? ഇവിടെ പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്, അതിൻ്റെ വാല്യൂ 4 m/s². ആണ്. ഇവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, അതിൻ്റെ വാല്യൂ -4 m/s². ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഗ്രാഫിനെ ശരിക്കൊന്ന് പഠിച്ചു. എന്താണ് പഠിച്ചത്? ആദ്യം 0 to 3 seconds ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്, അതെപ്പോഴും 4 ആണ്, പോസിറ്റീവ് ആണ്. പിന്നെയോ 3 to 6 seconds ഇത് എപ്പോഴും യൂണിഫോം ആക്സിലറേഷൻ തന്നെയാണ്, പക്ഷേ -4 ആണ്, അഥവാ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, -4 m/s². ആണ്. ഇത്രയും മനസ്സിലാക്കിയാൽ ഇനി നമുക്ക് ഇതേ മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ വരക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോം ആക്സിലറേഷനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, അതും പോസിറ്റീവ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്ന് നമ്മൾ ഓർമ്മിച്ചെടുക്കണം. നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാനതൊന്നും ഇവിടെ വരക്കാം. എന്താണ്? 0 to 3 seconds യൂണിഫോം ആക്സിലറേഷൻ ഇങ്ങനെയാണ് കാണിക്കുക. എന്താ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാൻ കാരണം? ഇത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിലെ ചേഞ്ചാണ്. അപ്പം നിങ്ങൾ നോക്കൂ, വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നു, വെലോസിറ്റി ഇങ്ങനെ കൂടി പോകുന്നു. അത് യൂണിഫോമായിട്ട് പോകുന്നു എന്നതിൻ്റെ സൂചന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, കാരണം ഈക്വൽ ചേഞ്ച് ഇൻ ഈക്വൽ ടൈം, അതാണല്ലോ യൂണിഫോം. അപ്പോൾ ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. പിന്നെ ഇത് പോസിറ്റീവ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇതിൻ്റെ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, 0യിൽ നിന്ന് കൂടി വെലോസിറ്റി കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷനെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ പാർട്ട് കഴിഞ്ഞു. ഇനി 3 to 6 seconds ഇത് യൂണിഫോം ആക്സിലറേഷൻ തന്നെയാണ്, അതേപോലെ സെയിം ആക്സിലറേഷനാണ്, 4 തന്നെയാണ് രണ്ടും. അപ്പോൾ ഇതേ ചെരിവ് വരും, പക്ഷേ ഇങ്ങോട്ട്. എന്തുകൊണ്ടാണ്? നെഗറ്റീവ് എപ്പോഴാണ് ഉണ്ടാവുക? ആക്സിലറേഷൻ വെലോസിറ്റി കുറയുമ്പോൾ. അപ്പോൾ ഇതാണ് 3 seconds ആണ് ഈ ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാക്കി മാറ്റി വരച്ചു. ഇത് വേറെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്താണ്, 2012 ചോദിച്ചതാണ്. ഇതേപോലെ വേറെ വർഷങ്ങളിലും ചിലപ്പോൾ XT ഗ്രാഫ് വന്നിട്ട് അതിൻ്റെ VT ഗ്രാഫ് വരക്കാൻ ചോദിച്ചിട്ടുണ്ട്. നേരെ തിരിച്ച് VT ഗ്രാഫ് വന്നിട്ട് XT ഗ്രാഫ് വരക്കാൻ ചോദിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ ഗ്രാഫിനെ നമ്മൾ നന്നായിട്ട് വിശകലനം ചെയ്യുക, ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഏത് ടൈപ്പ് മോഷനാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതേ ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് പുതിയ ഗ്രാഫ് വരക്കുന്നു. അതിൽ നമുക്ക് ഏത് ഗ്രാഫാണോ വരക്കാൻ പറഞ്ഞത് ആ ക്വാണ്ടിറ്റി y ആക്സിൽ പ്ലോട്ട് ചെയ്യുന്നു. ഓരോ ഇൻ്റർവെല്ലിലെയും മോഷൻസ് നമ്മൾ പഠിച്ചു വെച്ചത് ഓർമ്മിച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ A പാർട്ട്. നമ്മൾ ഈ ഗ്രാഫിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. ഇനി ഇതിൻ്റെ B പാർട്ട്, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ടൈം ഇൻ്റർവെൽ 0 to 3 seconds. 0 to 3 seconds എന്ന് പറഞ്ഞാൽ ഇതാണ് 0 to 3 seconds. അപ്പോൾ ഈ ടൈം ഇൻ്റർവെല്ലിൽ ഇതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഗ്രാഫിൻ്റെ ഏരിയ ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് 0 to 3. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്തിൻ്റെ ഇതാണ് ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇത് ആക്സലറേഷൻ ടൈം ഗ്രാഫാണ്. 0 to 3 secondsൽ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാണ് ഷേപ്പ് കിട്ടിയത്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ എഴുതുന്നു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെ ഏരിയ. അപ്പോൾ 1/2 × 3 ആണ് ബേസ് ഈ ടൈം ഇൻ്റർവെൽ. എത്രയാണ് ഹൈറ്റ്? ഇവിടെ സാധാരണ പല കുട്ടികളും എന്താ എഴുതി വെക്കാമെന്നറിയോ? ഈ 4 തന്നെ ഇവിടെ അങ്ങ് എഴുതും. അത് തെറ്റാണ്. കാരണം 4 എന്നത് ആ ഒരു സമയത്തെ ആക്സിലറേഷനാണ്, വെലോസിറ്റി അല്ല. വെലോസിറ്റി എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ആക്സിലറേഷൻ എങ്ങനെയാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. വെലോസിറ്റിയിലെ ചേഞ്ചിൻ്റെ റേറ്റ് ആണ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ 4 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ സെക്കൻഡിലും 4 m/s വെച്ചിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്താണ് ആക്സിലറേഷൻ്റെ അർത്ഥം? എന്താണ് ആക്സിലറേഷൻ്റെ മീനിങ്? എന്താ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ΔV/ΔT, അഥവാ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈച്ച് 1 second.
ഓരോ സെക്കൻഡിലും ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണെന്നുള്ളതിൻ്റെ അർത്ഥമാണെന്ത്? ആക്സലറേഷൻ. നിങ്ങൾ പഠിച്ച ഡെഫിനേഷൻ തന്നെ അങ്ങനെയാണ്. ആക്സലറേഷൻ ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം ഒരു സെക്കൻഡിൽ, ഓരോ സെക്കൻഡിലും ഡെൽറ്റ വി എത്ര. എന്താ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലെയും ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ആക്സലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ സെക്കൻഡിലെയും ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണോ അതാണ് ആക്സലറേഷൻ. അപ്പോൾ അത് 4 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ തന്ന വസ്തുവിന് ഓരോ സെക്കൻഡിലും 4 മീറ്റർ/സെക്കൻഡ് വെച്ച് വെലോസിറ്റി കൂടുന്നു. അങ്ങനെയാണ് 3 സെക്കൻഡ് കൊണ്ട് എത്ര കൂടും? 4. ഒന്നാമത്തെ 0 മുതൽ തുടങ്ങിയിട്ട് ഒന്നാമത്തെ സെക്കൻഡ് കഴിയുമ്പോൾ 4 ആവും. രണ്ടാമത്തെ സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും 4 കൂടെ അപ്പോൾ 8 ആവും. മൂന്നാമത്തെ ആകുമ്പോഴത്തേക്ക് 12 ആവും. അപ്പോൾ 3 സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ വെലോസിറ്റി 12 മീറ്റർ/സെക്കൻഡ് ആകും. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത് എത്രയാണ്? 12 ആണ്. ഓക്കെ, വേണമെങ്കിൽ അത് ഇക്വേഷൻ വെച്ചും പറയാം. ഈ ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എത്രയാണ്? എ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നോക്കൂ, എ എത്രയാണ്? 4 ആണ്. ടി എത്രയാണ്? 3 ആണ്. അപ്പോൾ 12 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഓരോ സെക്കൻഡിലും 4 മീറ്റർ/സെക്കൻഡ് വെച്ച് വെലോസിറ്റി കൂടുന്നു, അതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് 4 ആയി, നെക്സ്റ്റ് 8 ആയി, അടുത്ത ഒരു സെക്കൻഡിൽ 12 ആയി. അപ്പോൾ ഇവിടെ 12 ആണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ½ BH. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ കൺസെപ്റ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ കാണുന്നു. ഇത് ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് 3 സെക്കൻഡ്സ് 3 ആണ്, ഇൻറ്റു ഹൈറ്റ് അത് 12 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 18 മീറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 3 സെക്കൻഡ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനിയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് മാക്സിമം എല്ലാ വർഷവും പല രീതിയിലുള്ള ഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഗ്രാഫ് കൺവേർട്ട് ചെയ്യുന്നതും ഗ്രാഫിൽ നിന്ന് ഏരിയോ സ്ലോപ്പോ കാണുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഈ ചാപ്റ്ററിൽ കൂടുതൽ മറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടാം. താങ്ക് യു.